ബോധം വന്ന വൈറ്റ് ഉറക്കെ ശബ്ദമുണ്ടാക്കാനായി തുടങ്ങുന്നു. സത്യത്തിൽ വൈറ്റിനെയും ആ വൈറസ് ബാധിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഓരോ മണിക്കൂറിലും വൈറ്റിന് ടാബ്ലറ്റ്സ് കഴിക്കണം. ടാബ്ലറ്റ് തന്റെ പോക്കറ്റിലാണുള്ളതെന്നും അത് എടുത്തു തരാനും വൈറ്റ് പറയുന്നു. എന്നാൽ ഇതാണ് പറ്റിയ അവസരമെന്ന് മനസ്സിലാക്കിയ ബ്ലാക്ക് ടാബ്ലറ്റ് തരണമെങ്കിൽ ചോദ്യം എന്താണെന്ന് പറയാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ ടാബ്ലറ്റ് തന്നാൽ മാത്രമേ താൻ ചോദ്യം പറയൂ എന്ന് വൈറ്റ് മറുപടിയായി നൽകുന്നു. പക്ഷേ ബ്ലാക്ക് അതിന് സമ്മതിക്കുന്നില്ല. വൈറ്റ് മരുന്ന് കഴിച്ചില്ലെങ്കിലും ഉടനെയൊന്നും മരിക്കാനായി പോകുന്നില്ല. രോഗത്തിന് കുറേ സിംറ്റംസ് ഉണ്ടെന്നും സിംറ്റംസ് കാണുമ്പോൾ വൈറ്റിന് രോഗമുണ്ടോ ഇല്ലയോ എന്ന് തങ്ങൾക്ക് ഉറപ്പിക്കാമെന്നും ബ്ലാക്ക് മറുപടിയായി നൽകുന്നു. എന്നാൽ താൻ ചോദ്യം ഉറപ്പായും പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് വൈറ്റ് അപേക്ഷിക്കുന്നു. ബ്ലാക്ക് ഉടൻ തന്നെ വൈറ്റിന്റെ പോക്കറ്റ് പരിശോധിക്കാനായി തുടങ്ങുന്നു. എന്നാൽ ബ്ലാക്കിന് ഗുളികയൊന്നും കണ്ടുപിടിക്കാനാകുന്നില്ല. തന്നെ വീണ്ടും പറ്റിക്കുകയാണോ എന്ന് ബ്ലാക്ക് ചോദിക്കുന്നു. എന്നാൽ താൻ പറഞ്ഞത് സത്യമാണെന്നും നിങ്ങളിൽ ആരോ ഒരാൾ എന്റെ ഗുളിക എടുത്ത് വെച്ചിരിക്കുകയാണെന്നും വൈറ്റ് പറയുന്നു. എന്നാൽ വൈറ്റിനെ അങ്ങനെ ഇരുത്തി എല്ലാവരും വീണ്ടും ചോദ്യം അന്വേഷിക്കാനായി ആരംഭിക്കുന്നു. കമ്പനിയെപ്പറ്റി ഇത്രയും കാര്യം അറിയാവുന്ന ഡാർക്കിനെ ബ്രൗൺ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. എന്നാൽ താനും നിങ്ങളെപ്പോലെ തന്നെയാണ് വന്നതെന്ന് ഡാർക്ക് വീണ്ടും വീണ്ടും പറയുന്നു. എത്രയൊക്കെ പറഞ്ഞിട്ടും ബ്രൗണിന് അത് വിശ്വാസമാകുന്നില്ല. അതുകൊണ്ട് തന്നെ ബ്രൗൺ ഡാർക്കിനെ ഒരു കസേരയിൽ കെട്ടിയിടുന്നു. കസേരയിൽ കെട്ടിയിട്ടിട്ട് സത്യം പറയാനായി ആവശ്യപ്പെടുന്നു. എന്നാൽ തനിക്കൊന്നും അറിയില്ലെന്ന് ഡാർക്ക് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. എത്ര ചോദിച്ചിട്ടും ഡാർക്കൊന്നും പറയാത്തത് കൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഡാർക്കിനെ കൊണ്ട് സത്യം പറയിപ്പിക്കണമെന്ന് ബ്രൗൺ തീരുമാനിക്കുന്നു. അതിനായി അവർക്ക് നൽകിയിരിക്കുന്ന പേപ്പർ ബ്രൗൺ എടുക്കുന്നു. അതൊരു ഹൈ ക്വാളിറ്റി പേപ്പറാണ്. അതിനാൽ തന്നെ അതിന്റെ വശങ്ങളൊക്കെ ഭയങ്കര ഷാർപ്പാണ്. ഈ ഷാർപ്പ് പേപ്പർ കാണിച്ചിട്ട് താൻ ഗാംബ്ലർ ആവുന്നതിന് മുമ്പ് ആർമിയിലായിരുന്നുവെന്നും അവിടെ എങ്ങനെയാണ് ഒരാളിൽ നിന്ന് സത്യം പറയിപ്പിക്കേണ്ടതെന്നും തനിക്ക് നന്നായി അറിയാമെന്ന് ബ്രൗൺ പറയുന്നു. ഇത് കണ്ട് പേടിച്ച് ഡാർക്ക് സത്യം പറയുന്നു. ഡാർക്ക് ജോലി ചെയ്യുന്നത് ഇതേ കമ്പനിയിലാണ്. അതുകൊണ്ടാണ് ഡാർക്കിന് കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നത്. പക്ഷെ അവൾ ഈ ഇന്റർവ്യൂവിന് വന്നത് സൊമനസാലയാണ്. കമ്പനിയുള്ള ആളുകളല്ല തന്നെ അയച്ചതെന്നും പറയുന്നു. താൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ചെറിയ ജോലിയിലായിരുന്നുവെന്നും ഇപ്പോൾ ഇന്റർവ്യൂ നടക്കുന്നത് സിഇഒയുടെ അസിസ്റ്റന്റ് ആകാൻ വേണ്ടിയുള്ളതായതുകൊണ്ടാണ് താൻ ഈ ജോലിക്ക് അപ്ലൈ ചെയ്തതെന്നും പറയുന്നു. ഈ കാര്യമെല്ലാം തുറന്നു പറഞ്ഞ് തന്നെ ആരും അയച്ചതല്ലെന്നും താൻ സൊമനസാല വന്നതാണെന്നും പറയുന്നു. അവളുടെ കണ്ണിലെ ചലനം നോക്കി അവൾ പറയുന്നത് സത്യമാണെന്ന് ബ്രൗണിന് മനസ്സിലായി. അതിനാൽ തന്നെ അയാൾ അവളെ മോചിപ്പിക്കുന്നു. ഇതേ സമയം വൈറ്റിന് സിംറ്റംസ് കാണിച്ചു തുടങ്ങുന്നു. ഇത് കണ്ട ബ്ലാക്ക് വൈറ്റിന്റെ ഗുളിക തേടാനായി ആരംഭിക്കുന്നു. ഇപ്പോഴാണ് ഡാർക്ക് ഒരു കാര്യം ഓർക്കുന്നത്. അതായത് ബ്രൗൺ എക്സാം ഹോളിലേക്ക് വന്നപ്പോൾ ബ്രൗണിന്റെ വായിൽ ഒരു ചൂയിങ്കം ഉണ്ടായിരുന്നു. എന്നാൽ എക്സാം ഹോളിൽ വെച്ച് വീണ്ടും ഒരു ചൂയിങ്കം കഴിക്കുന്നത് ഡാർക്ക് കണ്ടിരുന്നു. ഇത് ഓർത്തെടുത്തതും ആദ്യം കഴിച്ച ചൂയിങ്കം എവിടെയെന്ന് ഡാർക്ക് ബ്രൗണിനോട് ചോദിക്കുന്നു. അടുത്ത നിമിഷം തന്നെ ബ്രൗൺ ഇരിക്കുന്ന ബെഞ്ചിന്റെ അടിയിലേക്ക് ഡാർക്ക് പരതാൻ ആരംഭിക്കുന്നു. അവിടെ വെച്ച് ഒരു ചൂയിങ്കത്തിൽ ടാബ്ലറ്റ് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് ഡാർക്ക് കാണുന്നു. എന്നാൽ വൈറ്റിന് ടാബ്ലറ്റ് കൊടുക്കേണ്ടതില്ലെന്നും അവനിവിടെ ഉണ്ടായാൽ പ്രശ്നമാണെന്നും അവനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാമെന്നും ബ്രൗൺ പറയുന്നു. പക്ഷേ ഡാർക്ക് അത് വകവെക്കാതെ വൈറ്റിന്റെ ജീവൻ രക്ഷിക്കാൻ ഗുളിക കൊടുക്കാനായി പോകുന്നു. ബ്രൗൺ പെട്ടെന്ന് ഡാർക്കിന്റെ കയ്യിലുള്ള ഗുളിക തട്ടി എക്സാം ഹോളിലെ ഒരു ഡ്രൈനേജിലേക്ക് ഇടുന്നു. അവർക്ക് ആ ഗുളിക കാണാനായി സാധിക്കുമായിരുന്നു. പക്ഷെ ഡ്രൈനേജിനുള്ളിലേക്ക് കൈ കടത്താനായി അവർക്ക് സാധിക്കുന്നില്ല. വൈറ്റിന്റെ അവസ്ഥ വളരെ ഗുരുതരമായിക്കൊണ്ടിരിക്കുന്നു.